ഹലോ വെൽക്കം ടു യുവർ ബ്യൂട്ടിഫുൾ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. നോട്ട് ബിക്കോസ് ഐ വാണ്ടഡ് ടു ഡു, പക്ഷെ എനിക്ക് കുറേ റിക്വസ്റ്റ് വന്നു എൻ്റെ ഹെയർ കെയർ ടിപ്സ്, ലൈക്ക് ഞാൻ എൻ്റെ മുടിക്ക് എന്താ ചെയ്യണേന്ന് പറഞ്ഞു തരാം. അല്ലാണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ മുടിക്ക് ചെയ്യാറില്ല. ബിക്കോസ് എൻ്റെ മുടി അങ്ങനെ വേഗം വളർന്ന ഒരു ടൈപ്പിലത്തെ ഒരു മുടിയാണ്. പിന്നെ I don't use too many products on my hair. അപ്പോൾ ചോദിച്ച കാരണം മാത്രമാണ് ഞാൻ ചെയ്യണേ. കാരണം നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെന്ന് എനിക്ക് തോന്നി. ബിക്കോസ് കമൻസിൽ എനിക്ക് കുറേ ആൾക്കാരെ എന്നോട് ചോദിക്കണു എൻ്റെ ഹെയർ കെയർ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കാരണമാണ് ഞാനിത് ചെയ്യണേ. സോ ഹെയർ കെയർ അറിയാൻ ഇഷ്ടമില്ലാത്തവർക്ക് നിങ്ങൾക്ക് എൻ്റെ വേറെ വീഡിയോസ് പോയി കാണാം. സോ ആൻഡ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു നോ ഹൗ ഐ ടേക്ക് കെയർ ഓഫ് മൈ ഹെയർ ദെൻ പ്ലീസ് കീപ് ഓൺ വാച്ചിങ്. ഫസ്റ്റ്ലി ഞാൻ ആദ്യമൊക്കെ ലൈക്ക് ഐ യൂസ് ടു വാഷ് മൈ ഹെയർ എവറി ഡേ. ഞാൻ എന്നും മുടി കഴുകാറുണ്ടായിരുന്നു ആദ്യം. ബട്ട് ദെൻ പിന്നെ എനിക്കത് മനസ്സിലായി ഇറ്റ്സ് ബാഡ് ഫോർ മൈ ഹെയർ. പിന്നെ മുടി കൊഴിഞ്ഞു തുടങ്ങി. അത് കാരണം ഞാനതങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. ആൻഡ് ദെൻ ഇപ്പം ഞാൻ ജസ്റ്റ് 2 or 3 times a day, that's it. And then once in a week ഞാൻ ഹെവി ഹെയർ ഓയിലിംഗ് ചെയ്യും. ലൈക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ ഒരു ജസ്റ്റ് നോർമൽ കോക്കനട്ട് ഓയിൽ ഓർ എനി ഓയിൽ ദാറ്റ് യു യൂസ് അതെടുത്തിട്ട് നന്നായി മസാജ് ചെയ്താൽ മതി. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക്, ട്വൈസ് ഇൻ എ വീക്ക് ബെസ്റ്റ്. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക് ഇത് ചെയ്യണം. ഞാൻ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നത് ദിസ് അഡ്വാൻസ്ഡ് ആയുർവേദിക് ഹെയർ ഓയിൽ, ദിസ് വൺ. ഇതിപ്പോൾ ബോക്സിൽ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പഴയ ബോട്ടിൽ കഴിയാറായി. അപ്പോൾ ഞാനിത് ഇന്നലെ മേടിച്ചിട്ടുള്ളൂ. സോ ദിസ് ഈസ് ദി പാരഷൂട്ട്, ജസ്റ്റ് നോർമൽ ഹെയർ ഓയിൽ. ബട്ട് ഇത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് നമ്മളൊരു പ്രോഡക്റ്റ് റീബൈ ചെയ്യുകയാണെങ്കിൽ റൈറ്റ്, നമുക്കത് വർക്ക് ആവുന്ന കാരണം മാത്രമായിരിക്കും നമ്മൾ അത് വീണ്ടും വാങ്ങിക്കുന്നത്. സോ ദിസ് ഈസ് വൺ പ്രോഡക്റ്റ് ഐ ഓൾവേസ് കീപ് ബൈങ്. അപ്പോൾ ഇതാണ് ഈ പാരഷൂട്ട് ആയുർവേദിക് ഹെയർ ഓയിൽ. അപ്പോൾ ഇത് ചിലപ്പോൾ എനിക്കിത് യൂസ് ചെയ്തപ്പോൾ മുടി കൊഴിച്ചിൽ ഇത്തിരി കുറവുണ്ട്. ആൻഡ് അത് ഈ എണ്ണയുടെ ആണോ, പക്ഷേ ഈ എണ്ണ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഞാൻ ഹൗ ഐ അപ്ലൈ ഹെയർ ഓയിൽ ഇസ് ഇവിടെ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഒഴിച്ചിട്ട് ഐ കീപ്പ് ഓൺ മസാജിങ്. ലൈക്ക് നമ്മുടെ ഓരോ സെക്ഷൻ, ലൈക്ക് സേ ദിസ് ഇസ് ആർ സ്കാൽപ്പ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഓരോ സ്ട്രാൻഡ്സും ഓരോ ചെറിയ ചെറിയ സെക്ഷൻസ് ആക്കി എടുത്തിട്ട് ഒഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തടവി ഇങ്ങനെ നിൽക്കും. ലൈക്ക് for like some 20 to 30 minutes I keep on doing that. And ഞാൻ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ എങ്ങനെ ഫുൾ ഇങ്ങനെ ഒഴുകി പോണ പോലെയൊക്കെ ഞാൻ അപ്ലൈ ചെയ്യാറ്. നിങ്ങൾക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, നോ പ്രോബ്ലം. ബട്ട് ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നാണ് ഇത് പറയണത്. സോ ഐ എം നോട്ട് ആസ്കിങ് എനി വൺ ടു ഫോളോ വാട്ട് ഐ ഡു. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾ എൻ്റെ ഹെയർ കെയർ ചോദിച്ച കാരണം മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞത് മനസ്സിലായല്ലോ. ലൈക്ക് ഇവിടെ ഓരോ സ്ഥലത്തും എല്ലായിടത്തും ശരിക്കും നന്നായി എണ്ണ തേച്ചിട്ട് ഞാൻ ഇങ്ങനെ മുടീനേക്കാൾ കൂടുതൽ ഞാൻ നിറയിലാണ് എണ്ണ തേക്കുന്നത്. ലൈക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ലോങ് ഹെയർ ആണ്. ഐ ഹാവ് ക്വൈറ്റ് എ ബിറ്റ്, കുറച്ച് ലോങ് ഹെയർ ആണ്. സോ എണ്ണ ഇങ്ങനെ അത് കാരണം ഞാനിപ്പോൾ ഈ എണ്ണ തേക്കിൽ ലൈക്ക് വൺസ് ഇൻ എ വീക്ക് ആക്കി. ലൈക്ക് ഇറ്റ്സ് റിയലി ലോങ് ആൻഡ് മുടി കഴുകി ആൻഡ് ഇറ്റ്സ് സോ ഡിഫിക്കൾട്ട് ടു മെയിൻറ്റെയിൻ ലോങ് ഹെയർ. അത് കാരണം ഐ ജസ്റ്റ് ഡു ഇറ്റ് വൺസ് ഇൻ എ വീക്ക്. ആൻഡ് ഈ പറഞ്ഞ പോലെ ദാറ്റ്സ് എ മെയിൻ സ്റ്റെപ്പ്. ബിക്കോസ് അത് ചെയ്തപ്പോഴാണ് എനിക്ക് റിസൾട്ട് കിട്ടി തുടങ്ങിയത്. സോ എവർ സിൻസ് ദെൻ ഐ ഹവ് ബീൻ ഡൂയിങ് ദാറ്റ് വേ. ഹെയർ ഓയിൽ, ഏത് ഹെയർ ഓയിൽ ആയാലും ഐ അപ്ലൈ ദാറ്റ് വേ. ഏത് ഹെയർ ഓയിലായും ഐ അപ്ലൈ ദാറ്റ് വേ. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. ഞാൻ ഓരോ സ്ഥലത്തും ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് അത് നമ്മുടെ ഹെയർ ഗ്രോത്ത് നന്നായി എണ്ണ ഇങ്ങനെ തലയിൽ നന്നായി പിടിക്കും. ഇത് എനിക്കൊരു ആൻറ്റി പറഞ്ഞതാണ്. അപ്പോൾ ആ ആൻറ്റി താങ്ക്സ് ടു ദാറ്റ് ആൻറ്റി. അപ്പോൾ ഞാൻ അതേ പിന്നെ അങ്ങനെയാണ് തുടങ്ങിയത്. ആൻഡ് ഐ ഹാവ് ഗോട്ട് റിസൾട്ട്. ലൈക്ക് മുടി നന്നായി കുറഞ്ഞ്, മറ്റേ നല്ല മുടി കൊഴിച്ചിലായിരുന്നു എനിക്ക്, പക്ഷെ ഇപ്പോൾ അതിനൊരു കുറവുണ്ട്. പിന്നെ ഷാമ്പൂ എന്ന് വെച്ചാൽ ഐ കീപ്പ് ഓൺ ചേഞ്ചിങ്. അത് കാരണം ഞാൻ ഒരെണ്ണമായിട്ട് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ബിക്കോസ് ഞാൻ ഒരു ഷാമ്പൂ മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളല്ല. സോ ഐ കീപ്പ് ഓൺ ചേഞ്ചിങ്. സോ എനിക്കിപ്പോൾ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് ഞാൻ കൂടുതൽ വാങ്ങിക്കുന്നത് പാൻറ്റീനാണ്. അപ്പോൾ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് കണ്ടീഷണർ ഓൾസോ ലൈക്ക് ട്വൈസ് എ വീക്ക് ഐ യൂസ്. കാരണം നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി നമുക്ക് മുടി നന്നായി മാനേജ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഒരു ഒതുക്കുണ്ടാവും, ഇങ്ങനെ പറന്നിങ്ങനെ കിടക്കില്ല. ലൈക്ക് ഇറ്റ് ഡസൻറ്റ് ലുക്ക് ലൈക്ക് വെരി ഡ്രൈ. അപ്പോൾ തന്നെ എന്തായാലും നിങ്ങൾ കണ്ടീഷണർ യൂസ് ചെയ്യണം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് പാൻറ്റീൻ്റെ ഷാംപൂ ആൻഡ് കണ്ടീഷണർ. ദാറ്റ് ഐ കീപ് ചേഞ്ചിങ്. പിന്നെ ചിലപ്പോൾ ലോറിയൽക്ക്, പിന്നെ ചിലപ്പോൾ വേറെ, അതങ്ങനെ ഞാൻ മാറിക്കൊണ്ടേയിരിക്കും. അത് കാരണം പക്ഷേ ഇതൊരു പ്രോഡക്റ്റാണ് ഐ കീപ്പ് ഓൺ ഈ ഒരു ഹെയർ ഓയിൽ മാത്രമേ ഞാനിപ്പോൾ യൂസ് ചെയ്യണേ.
സോ ദാറ്റ്സ് മൈ ഹെയർ കെയർ. പിന്നെ ഞാൻ സമയം കിട്ടുമ്പോൾ ലൈക്ക് ഒരു ഹെയർ മാസ്ക് ഉണ്ട്, അത് ഞാൻ ഈ വീഡിയോ ഇതിൻ്റെ ലാസ്റ്റിൽ ഞാനിടും. സോ ദാറ്റ്സ് നമ്മുടെ കിച്ചൺ ഐറ്റംസ് കൊണ്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ്. ദാറ്റ്സ് എഫക്റ്റീവ്. പിന്നെ ഞാനൊരു നാച്ചുറൽ കണ്ടീഷണർ ഞാൻ നിങ്ങളോട് പറയാം. ദാറ്റ്സ് കേർഡ്. നമ്മുടെ തൈര് ഇങ്ങനെ മുടിയിൽ അപ്ലൈ ചെയ്താലും ഇറ്റ്സ് റിയലി നൈസ്. ഇറ്റ്സ് നാച്ചുറൽ, നോ കെമിക്കൽസ്. സോ യു ക്യാൻ ട്രൈ തൈര്. ബട്ട് നമ്മളുടെ ഈ സാധാരണ വാങ്ങിക്കുന്ന കണ്ടീഷണറിന് അത്ര സ്മൂത്ത്നെസ് ഈ നാച്ചുറൽ കണ്ടീഷണറിന് യൂസ് ചെയ്യുമ്പോൾ കിട്ടില്ല. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ആൻഡ് ഈ ഹെയർ മാസ്കും നല്ലതാണ് മുടിക്ക്. ഒരു സ്മൂത്തനിങ് എഫക്റ്റ് ഉണ്ടാവും ആ ഹെയർ മാസ്ക് യൂസ് ചെയ്താൽ. എനിക്കുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സോ പ്ലീസ് ഡു ട്രൈ ദാറ്റ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് മൈലാഞ്ചി. സോ ദാറ്റ് ഈസ് അഗെയിൻ എ നാച്ചുറൽ കളറന്റ്, നാഷണൽ കണ്ടീഷണർ. സോ ഇറ്റ് സ്മൂത്തൻസ് യുവർ ഹെയർ, നല്ലൊരു ഷൈൻ വരും. അപ്പോൾ ഞാൻ മൈലാഞ്ചി യൂസ് ചെയ്യുമ്പോൾ മൈലാഞ്ചി മാത്രമല്ല, മൈലാഞ്ചിയിൽ മുട്ടയുടെ വെള്ള, ലൈം, ടീ ഡിക്കോഷൻ, ബീട്രൂട്ട് ജ്യൂസ് ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ആ മാസ്ക് ഉണ്ടാക്കാറ്. സോ അതും ഐ പ്രോമിസ് ചെയ്യുന്നില്ല, ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഹെയർ. അതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ്സ് റിയലി എഫക്റ്റീവ്. ഇറ്റ് വാസ് എഫക്റ്റീവ് ഫോർ മീ. സോ ദാറ്റ്സ് വൈ ഐ എം ഷെയറിങ് ഇറ്റ്. പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ കമൻറ്റ്സ് ഇഫ് യു വാണ്ട് ടു നോ ആ മിക്സിങ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. ആൻഡ് അപ്പോൾ ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞില്ലേ. ആൻഡ് ദാറ്റ്സ് അനദർ തിങ് ദാറ്റ് ഐ ഡു. വേറെ ഒന്നും ഞാൻ പ്രത്യേകിച്ച് ചെയ്യാറില്ല. പിന്നെ ഈ മൈലാഞ്ചിയും കുറച്ച് നാളായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ നിങ്ങൾ സമയം ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുക. ഇറ്റ്സ് റിയലി ബെനിഫിഷ്യൽ ഫോർ യുവർ ഹെയർ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൈര് ഇസ് ഗുഡ്. പിന്നെ ഞാൻ ഒരു മാസ്ക് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഇടാം, അതും നല്ലതാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ ഹെയർ മാസ്കിനായിട്ട് ആവശ്യമുള്ളത് ഒരു മുട്ട. വേണമെങ്കിൽ നിങ്ങൾക്ക് മണം സഹിക്കാൻ പറ്റാത്തവരാണെങ്കിൽ മുട്ടയുടെ വെള്ളം മാത്രം എടുത്താൽ മതി. ഞാൻ ഫുൾ മുട്ട എടുത്തു. പിന്നെ ഒരു ഹാഫ് ബനാന. ആൻഡ് വേണമെങ്കിൽ 2 സ്പൂൺ തൈരും ഇതിൽ തന്നെ ആഡ് ചെയ്യാം. ആൻഡ് ഇത് രണ്ടും നന്നായി അരച്ചിട്ട് തലയിലും മുടിയിലും ഒക്കെ പരറ്റാം. എന്നിട്ട് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാം. സോ ദിസ് ആക്ട്സ് ലൈക്ക് എ നാച്ചുറൽ കണ്ടീഷണർ. ഇതൊക്കെയാണ് എൻ്റെ ഹെയർ കെയർ റൂട്ടീൻ. സോ മെയിൻ തിങ് ഇസ് ദിസ് ഹെയർ ഓയിലിംഗ്. ലൈക്ക് നിങ്ങൾ ആ മാസ്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ ഓയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സൂട്ടാവുന്ന ഏത് ഓയിലായാലും നോ പ്രോബ്ലം. ഓക്കെ, അത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എണ്ണ പറ്റിയിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് നിൽക്കണം. ദാറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. കാരണം ഈ ഒരു സ്റ്റെപ്പ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പിന്നെയാണ് എനിക്ക് മുടി കൊഴിച്ചിൽ കുറവായത്. അതാണ് ഞാനിത് എടുത്ത് പറയണേ. ആൻഡ് സോ ദാറ്റ്സ് ഇറ്റ്. സോ ദിസ് ഈസ് മൈ ഹെയർ കെയർ റുട്ടീൻ. ആൻഡ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുകയെന്ന് വെച്ചെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പിന്നെന്താ